നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും അസ്വസ്ഥപ്പെടുത്താനോ അല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്. എന്നാൽ അനീതിയും അക്രമവും നിറഞ്ഞ കാലത്ത്, പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഈ കാലത്ത് ചില സത്യങ്ങൾ വിളിച്ചു പറയേണ്ടത് അനിവാര്യമായതിനാൽ ഞാനിവിടെ നിൽക്കുകയാണ്. ഇന്നെല്ലാ മനുഷ്യരും ഓടുകയാണ്. സമയമില്ലാർക്കും. സ്വത്ത് സമ്പാദിക്കണം, വെട്ടിപ്പിടിക്കണം, മക്കളെ കെട്ടിക്കണം, വിവാഹം കഴിക്കണം, ഇങ്ങനെ പല പല ചിന്തകളാണ്. ഈ മനുഷ്യൻ ഈ ഓട്ടത്തിനിടയ്ക്ക് ഒരു കാര്യം മറന്നു പോവുകയാണ്, തനിക്കൊരു മരണമുണ്ടെന്ന്. എല്ലാ മനുഷ്യരും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ന് ഈ നാട്ടിൽ നടക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്ന് മാതാപിതാക്കളെ അനുസരിക്കാത്ത, ഗുരുക്കന്മാരെ ബഹുമാനിക്കാത്ത ഒരു തലമുറ. എന്തുകൊണ്ടാണ് ഈ സാക്ഷര കേരളത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? പള്ളികളും അമ്പലങ്ങളും ഇല്ലാത്തത് കൊണ്ടാണോ? ഒന്നുമല്ല. പണ്ട് കാലത്ത് മാതാപിതാക്കന്മാരെ കണ്ട ബഹുമാനിക്കുന്ന മക്കളുണ്ടായിരുന്നു. സന്ധ്യാസമയങ്ങളിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലേക്ക് നോക്ക്, എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? മദ്യമാണോ? മയക്കുമരുന്നാണോ? എന്താണ് ഈ കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്? മരണത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, പാപബോധമില്ലാത്ത ഒരു ജനം. ഞാൻ ഓർക്കുകയാണ്, 10-12 വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തലയിൽ നിന്ന് വേളാങ്കണിക്ക് തീർത്ഥയാത്ര പോയ ഒരു കുടുംബം. അവരെല്ലാവരും കുടുംബ സംഗമം നടത്തി. അവർ തീരുമാനിച്ചു വേളാങ്കണിക്ക് ഒരു തീർത്ഥയാത്ര പോകാമെന്ന്. അവർ ഒന്നിച്ച് സന്തോഷിച്ച് വാഹനത്തിൽ കയറി വേളാങ്കണിക്ക് തീർത്ഥയാത്ര പോയി. അവിടെ പോയി മെഴുകുതിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് രാത്രി ഒരു തമിഴ്നാട് ലോറിയുമായി കൂട്ടിയിടിച്ചു. അവിടെ തീർന്നു പോയത് 12 ജീവനുകളാണ്. ഒരു വീടിന്റെ മുറ്റത്തേക്ക് ഇറക്കി വെച്ചത് 7 ശവപ്പെട്ടികളാണ്. ചിന്തിച്ചു നോക്കി, ഒരു വീടിന്റെ മുറ്റത്തേക്ക് 7 ശവപ്പെട്ടികൾ ഇറക്കി വെക്കുന്ന ഒരു അവസ്ഥ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ നിന്ന് നമ്മുടെ വിനോദയാത്ര കുറെ കുട്ടികൾ പോയി. അവർ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ കൈയടിച്ച് പാട്ടുപാടി പൊക്കോണ്ടിരിക്കുമ്പോൾ നിർത്തിയിട്ടിരുന്ന ഒരു KSRT ബസിന്റെ പിന്നിലേക്ക് ആ വണ്ടി ഇടിച്ചു കയറി പൊളിഞ്ഞു പോയത് 4 ജീവനുകളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബസ്സുകളുടെ എല്ലാം കളർ മാറ്റിയത്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് UK പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ ബോയിങ് വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നു വീണു. പൊളിഞ്ഞു വീണത് 241 ജീവനുകൾ. ആരെ എപ്പോൾ എങ്ങനെ മരണം പടിയിറക്കൊണ്ട് പോകുമെന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലഘട്ടമാണിത്. ഒരു മനുഷ്യൻ തന്നെ മരണത്തെക്കുറിച്ച് ചിന്തയില്ല, പാപബോധവും പശ്ചാത്തലവും ഇല്ല. ചില വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാം വലിയ ബംഗ്ലാവുകളാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ സന്തോഷവും സമാധാനം നിറഞ്ഞ ഭവനങ്ങളാണ്. അവരോട് ചോദിക്കും, എന്തൊക്കെയുണ്ട് അമ്മച്ചി അമ്മാമ്മ വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു. മക്കൾ എവിടെയാ? മക്കൾ ഓസ്ട്രേലിയയിലാണ്, അമേരിക്കയിലാണ്, UK കാനഡയിലാണ്, ന്യൂസിലൻഡിലാണ്. സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമാണ്. പുറമേ സന്തോഷം കാണിക്കുന്നു, എന്നാൽ അവിടെ അകമേ നീരി പോഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് കേട്ടോ. മക്കളുടെ കൊച്ചുമക്കളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന വൃത്തരായ അനേക മുഖങ്ങളെ നമുക്ക് ഈ ദേശങ്ങളിലേക്ക് കടന്നു കാണാൻ സാധിക്കും. വലിയ വലിയ വീടുകളാണ് പൂട്ടിയിട്ടിരിക്കുകയാണ്, സ്ഥലങ്ങൾ വെറുതെയിട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ തട്ടിച്ചും വെട്ടിച്ചും പിടിച്ചുണ്ടാക്കി സ്വത്തെല്ലാം എന്റെ മാതാപിതാക്കളെ എന്തിനായിരുന്നു? ഇന്നത്തെ തലമുറയ്ക്ക് ഇവരുടെ സ്വത്തൊന്നും വേണ്ട. എല്ലാവരും വിദേശങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെട്ടിപ്പിടിച്ച സ്വത്തൊക്കെ എന്തിനായിരുന്നു? ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ യാതൊരു സുഖങ്ങളും നമുക്ക് ആവശ്യമില്ലാതെ വരും. 50-60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആഹാരമൊന്നും വേണ്ട, നല്ല വസ്ത്രങ്ങളൊന്നും വേണ്ട, ഇത് ടൂർ പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു 50 വയസ്സ് വരെ ഈ ലോകത്തിന്റെ സുഖങ്ങളുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരി, ഇന്ന് നിനക്ക് ആരോഗ്യമുണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്, പ്രതാപമുണ്ട്. അപ്പൊ നീ വിചാരിക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ദൈവം എന്നൊരു സത്യമില്ല എന്ന് വിചാരിക്കും. എന്നാൽ ഇതെല്ലാം കടന്നു പോകുന്ന ചില സമയങ്ങളുണ്ട് കേട്ടോ. ഈ ദേശത്തുള്ള നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെക്കാൾ പണമുള്ളവരുണ്ടായിരുന്നു, ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു, സമ്പത്തുള്ളവരുണ്ടായിരുന്നു, പ്രതാപമുള്ളവരുണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. നമുക്കൊരു സമയമുണ്ട് കേട്ടോ, നമുക്ക് മരിക്കുന്ന ഒരു സമയമുണ്ട്. കത്തോലിക്ക സഭയിൽ ഒരു പാട്ടുണ്ട്, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഹ വിണ്ണിൽ നിന്നൻ മരണത്തിൽ സന്ദേശവുമായി വന്നരികിൽ. അതെ, നമ്മുടെ സമയമാകുമ്പോൾ ഒരു സ്വർഗീയ ദൂതൻ നമ്മുടെ അടുക്കിലേക്ക് വരും. മകനെ മകളെ നിന്റെ സമയമായി, നീ പോരാൻ പറയും. അന്നേരമാണ് ചിന്തിക്കുന്നത്. അന്നേരം നമ്മൾ പറയും, അയ്യോ എന്റെ മക്കൾക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ, എന്റെ ഭാര്യയോട് ഒന്ന് യാത്ര പറയട്ടെ, എന്റെ സഹോദരനോട് ക്ഷമ ചോദിക്കട്ടെ. നോ, നിന്റെ സമയം കടന്നുപോയി. ഈ ഭൂമി നിനക്ക് മാനസാന്തരപ്പെടാനുള്ള അവസാന സമയമാണിത്. ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഡി-അഡിക്ഷൻ സെന്ററിലുണ്ട്. അവിടേക്ക് രാത്രിയിൽ ഫോൺ കോൾ വരും, സാറേ എന്റെ മകൻ എന്നെ കത്തിക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണയായിട്ട് നടക്കുന്നു, പെട്രോളായിട്ട് നടക്കുന്നു, വന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ചിലപ്പോ ഫോൺ കോൾ വരും, എന്റെ സാറേ ഇവിടെ വാക്കത്തിയായിട്ട് എന്റെ മകൻ നിൽക്കുകയാണ്, ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പനെയും അമ്മയെയും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു യൗവനം.
സഹോദരിയെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു യൗവനം ഇന്നത്തെ പിശാചോടി നടക്കുകയാണ്. ഇന്നത്തെ തലമുറയെ പിടിക്കാൻ ആരെ വിഴുങ്ങണമെന്നറിയേണ്ടതിന് അലർന്ന സിംഹത്തെ പോലെ പിശാചോടി നടക്കുകയാണ്. ഇന്നത്തെ ഹൈന്ദവ സമൂഹത്തോടോ മുസ്ലിം സമൂഹത്തോടോ ഞാൻ പെട്ടെന്ന് യേശുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് കാണും. എന്നാൽ ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന അവകാശപ്പെടുന്ന എന്റെ സഹോദരരെ, കല്ലിലും മണ്ണിലും മരത്തിലും തീർത്ത വിഗ്രഹങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടുമ്പോഴെന്ന് ഓർക്കണം. ഞാൻ കല്ലുകൊണ്ട് പറഞ്ഞ ഒരു വിഗ്രഹത്തെ ഞാൻ പോയി ആരാധിച്ചതുകൊണ്ട് എന്ത് ഫലം? പണ്ട് കാലത്ത് മനുഷ്യന് പേടിയുള്ള എല്ലാത്തിനെയും ജനം ആരാധിച്ചു. കടലിന്റെ അരമ്പം കേട്ടപ്പോൾ, തിരമാലകൾ കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു, അവൻ കടലിനെ ആരാധിച്ചു. സൂര്യന്റെ പ്രകാശം കണ്ടപ്പോൾ അവൻ സൂര്യനെ ഭയപ്പെട്ടു, സൂര്യനെ ആരാധിച്ചു. രാത്രി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ, ചന്ദ്രനെ കണ്ടപ്പോൾ അവൻ ചന്ദ്രനെ ആരാധിച്ചു. അവന് പേടിയുള്ള സകലതിനെ അവൻ ആരാധിച്ചു, സകല സൃഷ്ടികളെയും ആരാധിച്ചു. എന്നാൽ ഇതെല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് കേട്ടോ. ആ ദൈവത്തെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ചില സഹോദരങ്ങളുണ്ട്. അവരുടെ ജീവിത അനുഭവമാണ് ഈ വിളിച്ചു പറയുന്നത്. നിങ്ങൾ ചുറ്റും നോക്കുക, ഈ നിൽക്കുന്ന എല്ലാവരും ആരോഗ്യമുള്ള പ്രായമുള്ളവരുണ്ട്. ഈ വാർദ്ധക്യ കാലത്ത് ഈ വഴിയിൽ നിന്ന് ലജ്ജ കൂടാതെ ദൈവത്തെ വിളിച്ചു പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടേ? രോഗികളുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്. യേശുവിന്റെ പിന്നാലെ പോയാൽ നിനക്ക് സ്വത്ത് കിട്ടുമെന്നൊന്നുമല്ല പറയുന്നത്, പക്ഷെ ദിവ്യ സമാധാനം കിട്ടും. നീ നേർച്ച കാഴ്ചകൾ കഴിച്ചില്ലേ, കൂടോത്രങ്ങൾ ചെയ്തില്ലേ, മന്ത്രവാദങ്ങൾ ചെയ്തില്ലേ, നിനക്ക് ശാശ്വത സമാധാനം കിട്ടിയില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ബൈബിൾ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ജീവന്റെ വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ നീ വായിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് മാറ്റം വരും കേട്ടോ. ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു, ചിലർ പറയും ഈ യേശു വിദേശിയാണ്, ഭാരതത്തിൽ യേശുവിന് സ്ഥാനമില്ല എന്ന്. എന്നെ കേൾക്കുന്ന സഹോദര, യേശു ഒരു സംസ്ഥാനത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ദൈവമല്ല, ഈ പ്രപഞ്ചം മുഴുവന്റെയും സൃഷ്ടാവാണ്. ഈ താണലോകത്തേക്ക് ദൈവത്തെ മറിഞ്ഞ് ഇറങ്ങി വന്ന ഒരു ദൈവം യേശു. ആ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗുരു ശിഷ്യന്റെ കാല് കഴുകിയതായിട്ട് നിങ്ങൾക്കറിയാമോ? മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ യേശു, ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു തരണമെന്ന് പറഞ്ഞ യേശു, ആ യേശുവിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ നിരാശയാണോ, രോഗമാണോ, കടഭാരമാണോ, ഹല്ലേലൂയ, ഈ ഏത് പ്രശ്നത്തിലാണെങ്കിലും നിന്നെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു യേശുവിന്റെ വചനമുണ്ട്. എന്റെ കേൾക്കുന്ന സഹോദര, ഈ ബൈബിളൊന്നും നിങ്ങൾ വായിക്കണമേ കർത്താവേ. എന്നെ കേൾക്കുന്ന ഈ പ്ലാവൻമൂർ ദേശത്തെ സഹോദരനോട് ഞാൻ പറയുക, ഇവിടെ ഒരു ബോട്ടിൽ ബൂത്ത് ഇരിപ്പുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലിടാനുള്ള ബൂത്ത്. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് കുപ്പികളല്ല, ബിയർ കുപ്പികളും ബ്രാൻഡി കുപ്പികളും നിറഞ്ഞിരിക്കുകയാണ് ഈ ബോട്ടിൽ ബൂത്ത്. ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ്? മദ്യപിക്കുന്ന എന്റെ സഹോദര, നീ മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്നെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, നിന്നെ കാത്തിരിക്കുന്ന ഭാര്യ ഉണ്ട് കേട്ടോ. അത് നിന്റെ പ്രശ്നമല്ല. നിന്നെ വിടുവിക്കാൻ ഒരു ഡീഅഡിക്ഷൻ സെന്ററിന് സാധിക്കില്ല, ഒരു ആശുപത്രിക്ക് സാധിക്കില്ല. എന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞ യേശുവിനെ നീ ആശ്രയിച്ചാൽ, ഇപ്പോൾ നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബം, നിന്റെ സ്നേഹിതർ, നിന്റെ കൂട്ടുകാർ നിന്നെ മാറോട് ചേർക്കുന്ന ഒരു അവസരം വരും. നിന്റെ ബലഹീനത അറിയുന്ന ഒരു യേശു, ഞാൻ വിളിച്ചു പറയുന്ന യേശുവിനെ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാലത്ത് എന്റെ കോളേജ് പഠനകാലത്ത് ഞാനും മദ്യപിച്ചിരുന്നു. ആരെയും അനുസരിക്കാതെ എന്റെ കൂട്ടുകാരുടെ കൂടെ കൂടി സകല തല്ലിനും ബഹളത്തിനും പോയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പോലീസ് സ്റ്റേഷനിൽ കയറി SIയുടെ കോളറിനെ പിടിച്ച് വലിച്ചിറക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇതുപോലെ ദൈവദാസന്മാർ ബൈബിളും വാക്യങ്ങളുമായി എന്റെ ഭവനത്തിൽ കടന്നു വന്നു. ഞാൻ അവരെ ഇറക്കി വിട്ടു. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ പറഞ്ഞ വ്യക്തിയാണ്. എനിക്ക് യേശുവിനെ അറിയാം, മാതാവിനെ അറിയാം, സകല വിശുദ്ധന്മാരെ അറിയാം. എന്നെ പഠിപ്പിക്കാൻ ഒരു വ്യക്തിയും ഇങ്ങോട്ട് കടന്നു വന്നെന്ന് പറഞ്ഞു. ഞാൻ സെമിനാരിയിൽ 4 വർഷം വൈദികനാകാൻ പോയ ഒരു വ്യക്തിയാണ്. എന്നാൽ എന്നെ കണ്ടിരുന്ന ഒരു യേശുവുണ്ട്. ഞാൻ ആരാധിക്കുന്ന എന്റെ രീതി ശരിയല്ലെന്ന് യേശു എന്നെ പഠിപ്പിച്ചു. ഒരു കല്ലിലോ ഒരു മണ്ണിലോ ഒരു മരത്തിലോ തീർത്ത വിഗ്രഹത്തില് ദൈവമില്ലെന്ന് യേശു പഠിപ്പിച്ചു. നിന്റെ ഹൃദയത്തിലാണ്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ എന്തിനെങ്കിലും നിങ്ങൾക്ക് താല്പര്യം തോന്നിയാൽ നിങ്ങളെ രക്ഷിക്കുന്ന ഒരു യേശു കർത്താവ് ഇന്ന് പകൽക്കാലം ഈ ദേശത്തുണ്ട് കേട്ടോ. ഈ ദേശത്തിന് വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ ഹല്ലേലൂയ, ഞങ്ങളുടെ ശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ തകർന്നു കിടക്കുന്ന കുടുംബത്തെ നേരെയാക്കാൻ വേറെ ആർക്കും സാധ്യമല്ല.